ഞണ്ട് കിട്ടിയതേ ഇതുപോലെ ഒന്ന് തോരൻ വെച്ച് നോക്കി. നല്ല അടിപൊളി രുചിയാണ് കേട്ടോ. പക്ഷെ കഴിക്കാൻ രണ്ടുപേരെ കൈയും കൂടെ കടമെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നേരെ റെസിപ്പിയിലോട്ട് പോവാം. ഇതേ മൺചട്ടിയിലോട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക, ഒന്ന് പൊട്ടട്ടെ. അതിനുശേഷം കറിവേപ്പിലയിട്ട് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചതും കൂടെ ഇട്ട് നല്ലപോലെ ഇളക്കി ഉപ്പും ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി വാട്ടിയതിന് ശേഷം ഒരു രണ്ട് കുടംപുളി കൊവുത്ത് വെച്ചിരുന്നതാട്ടോ, അതും കൂടെ ഇട്ട് ഒരു തക്കാളിയും കൂടെ ഇട്ടതിന് ശേഷം നല്ല പോലെ വഴട്ടുക. നല്ല വഴണ്ട് വന്നതിന് ശേഷം ലേശം മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, ഞാൻ ഇവിടെ കാശ്മീരിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ പെരുംജീരകപ്പൊടിയും ചെറിയ ജീരകപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഇട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം 2 പിടി തേങ്ങ, ഒരു മുക്കാൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തോട്ടിട്ട് നല്ല പോലെ ഇളക്കി ആ തേങ്ങയ്ക്കകത്തൊക്കെ നല്ല അരപ്പ് പിടിച്ചതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന ഞണ്ട് അതിനകത്തോട്ടിടുക. ഇട്ട് അതിനകത്തോട്ട് ഒരു ലേശം കുരുമുളക്, ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ലപോലെ ഇളക്കിയതിന് ശേഷം അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം. ഈ ഞണ്ടിനകത്തുനിന്ന് വെള്ളം അത്യാവശ്യം ഇറങ്ങും, അതുകൊണ്ട് നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കുക. അത് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഞണ്ട് തോരൻ ഇവിടെ റെഡിയായി. നല്ല രുചിയാണ് കഴിക്കാൻ. എല്ലാവരും ഞണ്ട് കിട്ടുമ്പോൾ ഇതേപോലെ വെച്ച് നോക്കുക. കഴിക്കാൻ ഇച്ചിരി പാടാണെന്നേ ഉള്ളൂ, പക്ഷേ നല്ല ഗുണവുമാണ്, നല്ല രുചിയാണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.